ഷീജ, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രിക്കെതിരെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ നമ്മുടെ തുടക്കത്തെ വളരെ പ്രധാനപ്പെട്ടതാക്കുന്നത്. അതിൽ സാമ്പത്തിക രേഖകളുണ്ട്, മറ്റു പല ഇടപാടുകളുടെയും വിശദാംശങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദേവപ്രശ്നത്തെ പോലും സ്വർണ്ണമോഷണത്തിന് തന്ത്രി മറയാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരവും അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്തതിന് ശേഷം തിരികെ കസ്റ്റഡി കഴിഞ്ഞ് തിരികെ ഏൽപ്പിക്കുന്ന സമയത്ത് നൽകിയ റിപ്പോർട്ടിൽ തന്ത്രിക്ക് ഈ സ്വർണ്ണമോഷണ കേസിൽ കൃത്യമായും നേരിട്ട് തന്നെയാണ് പങ്കുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന അത് അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുകയുമായിരുന്നു. ഏതായാലും ഈ അന്വേഷണത്തിൽ പരിശോധനയിൽ ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ തന്ത്രിക്കെതിരെ ലഭിച്ചിരിക്കുന്നത്. അതായത് സാമ്പത്തിക ലാഭം തന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പ്രധാനമായും ഈ രണ്ട് കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയ സംഭവത്തിലും അതോടൊപ്പം തന്നെയാണ് കട്ടളപ്പാളിയിലെ സ്വർണ്ണം മോഷണം പോയ സംഭവത്തിലും ഇതിൽ രണ്ടിലും സാമ്പത്തിക ലാഭം തന്ത്രി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചാണ് നേരത്തെ തന്നെ സംശയം ഉയർന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ആ രീതിയിൽ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചതും ആ രീതിയിൽ തെളിവ് ശേഖരണത്തിലേക്ക് എത്തിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ ഈ കേസിലെ 3 മുഖ്യപ്രതികൾ, അതായത് ഗൂഢാലോചന നടത്തിയവർ എന്ന് SIT കണ്ടെത്തിയിട്ടുള്ള മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആണ്. അതിനൊപ്പം തന്നെ ബെല്ലാരിയിലെ വ്യവസായിയായിട്ടുള്ള ഗോവർദ്ധൻ. ഇവർ 3 പേരുടെയും തന്ത്രിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിച്ചിട്ടുണ്ട്. അതിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നിലവിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ തന്നെയായിരുന്നു ഈ തട്ടിപ്പിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വിവരങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ തന്ത്രിക്കെതിരെ ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായും SITയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് SIT ഇപ്പോൾ നടത്തുന്നത്. മറ്റൊരു കാര്യം കൂടി, ഈ തന്ത്രിയെ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ SITയുടെ ആലോചനയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ED കൂടി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ നമുക്കറിയാം തന്ത്രിയുടെ ഭാഗം പക്ഷേ ED തൊട്ടിട്ടില്ല. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രതികളുടെയൊക്കെ വീടുകളിലൊക്കെ റെയ്ഡൊക്കെ നടത്തി ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി SITയെ സമീപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി SITയുടെ ആസ്ഥാനത്തെത്താനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ പരിശോധനയിലേക്ക് ED കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, ഷീജ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവപ്രശ്നമാണല്ലോ കൊടിമരം മാറ്റുന്ന കാര്യങ്ങളിലേക്ക് നയിച്ചത്. അതായത് ദേവപ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ച്, ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച്, അതിൻ്റെ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ബഹുമാനത്തോടെ അവർ കാണുന്ന ഒരു പ്രശ്നമാണ്. അത് ദേവന്റെ ഹിതം പറയുന്ന ഒരു സംഗതിയായിട്ടാണല്ലോ, ഒരു പരിപാടിയായിട്ടാണല്ലോ ദേവപ്രശ്നത്തെ വിശ്വാസികൾ കാണുന്നത്. അപ്പോൾ വിശ്വാസികളുടെ ആ വിശ്വാസത്തെയും ഒക്കെ ചൂഷണം ചെയ്യുകയായിരുന്നു തന്ത്രി അയാളുടെ സ്വർണ്ണ മോഷണത്തിന് വേണ്ടിയിട്ട്, അതിന് തിരക്കഥയൊരുക്കാൻ വേണ്ടിയിട്ട് എന്ന ഗൗരവതരമായ ഒരു കണ്ടെത്തൽ ഇവിടെ SIT നടത്തിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മനു. കാരണം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ തന്ത്രി എന്ന് പറയുന്ന സ്ഥാനം തന്നെ അദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കാരണം തന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിന് എത്രത്തോളം മഹത്വം വിശ്വാസികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയിൽ അയ്യപ്പൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്ത്രിയാണെല്ലാം. അപ്പോൾ ആ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് തന്ത്രിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ആ സ്ഥാനം ദുരുപയോഗം ചെയ്തു, വിശ്വാസികളുടെ
വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു. പ്രത്യേകിച്ചും ഈ ഒരു സ്വർണം അത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ ഒരു തീരുമാനത്തിലേക്ക് തന്ത്രി എത്തുന്നത് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു തന്ത്രി ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് SITക്ക് മുന്നിൽ ആദ്യം ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴും ഇതേ വാദം തന്നെയാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ദേവപ്രശ്നം പോലും ഈ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. കാരണം വിശ്വാസികളുടെ എല്ലാ തരത്തിലും വിശ്വാസികളെ പൂർണ്ണമായും വഞ്ചിച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് തന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ രീതിയിലുള്ള നടപടികൾ തന്നെയാണ് തന്ത്രി ഇത്രയും നാൾ തുടർന്നിരുന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മനു, ഒരു കാര്യം കൂടി, ഇന്ന് സ്വാഭാവികമായും ഈ ED ഇപ്പോൾ SITയുടെ ആസ്ഥാനത്തേക്ക് വരികയാണല്ലോ. അത് ഇതുവരെ SIT ശേഖരിച്ച രേഖകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണോ? അതാണോ അവരുടെ നടപടിക്രമം എന്ന് പറയുന്നത്? ഞാൻ എടുത്തു ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, അതല്ലെങ്കിൽ ചിലപ്പോൾ SIT ആസ്ഥാനത്ത് ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചില വിദ്വാൻമാർ പറഞ്ഞു വരുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല മനു, അത് പ്രധാനമായും EDക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫയലുകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയലുകൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് SITയുടെ ആസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ആ രീതിയിൽ കൂടുതൽ ഫയലുകൾ പരിശോധിച്ച് ഇതിൻ്റെ ഈ പ്രധാനമായും ED പരിശോധിക്കുന്ന ഭാഗം നമുക്കറിയാം സാമ്പത്തിക ലാഭം എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള വിഷയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണത്തിൽ ഇതുവരെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇന്ന് എത്തുക എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്.